വാർത്തകൾ തുടരുന്നു. കൊച്ചിൻ ഗോൾഫ് ഓപ്പൺ ടൂർണമെന്റിന്റെ മൂന്നാമത് എഡിഷൻ ജനുവരി 11 നടക്കും. നെടുമ്പാശ്ശേരിയിലെ സിയാൽ ഗോൾഫ് കോഴ്സിലാണ് ടൂർണമെന്റ് നടക്കുക. സാധാരണക്കാർക്ക് കൂടി പങ്കാളിത്തമുള്ള ടൂർണമെന്റിൽ ദേശീയ തലത്തിൽ പ്രതിഭകൾ മാറ്റുരയ്ക്കും. സമ്പന്നരുടെ മാത്രം കായിക വിനോദം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഗോൾഫ് കളിയെ കേരളത്തിലും ജനപ്രിയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊച്ചിൻ ഗോൾഫ് ക്ലബ് ബോൾഗാട്ടി ടൂർണമെന്റ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ക്ലബിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് കൊച്ചിൻ ഗോൾഫ് ഓപ്പൺ ടൂർണമെന്റിന്റെ മൂന്നാമത് എഡിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. നെടുമ്പാശ്ശേരിയിലെ 18 ഹോൾ സിയാൽ ഗോൾഫ് കോഴ്സിൽ ജനുവരി 11 ടൂർണമെന്റ്. ഗോൾഫ് എന്നത് സമ്പന്നരുടെ കായിക വിനോദമാണ് എന്നത് തെറ്റിദ്ധാരണയാണെന്ന് കൊച്ചിൻ ഗോൾഫ് ക്ലബ് പ്രസിഡന്റ് രമേശ് വാസുദേവൻ പറഞ്ഞു. ശ്രീലങ്കയിലെയും മലേഷ്യയിലെയും ഗോൾഫ് ക്ലബ്ബുകൾ കൊച്ചിയിലെ ടൂർണമെന്റിൽ ഭാവിയിൽ പങ്കെടുക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുട്ടികൾ, സ്ത്രീകൾ, മുതിർന്നവർ എന്നിവർക്കു പുറമെ ക്ലബ്ബുകളിൽ നിന്ന് രേഖാമൂലമുള്ള അപേക്ഷയുമായി വരുന്ന ഗോൾഫ് കളിക്കാർക്കും ടൂർണമെന്റിൽ അവസരമുണ്ട്. 3500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. നിരവധി ക്ലബ്ബുകൾ ഇതിനകം രജിസ്ട്രേഷൻ നടത്തിയതിനാൽ ഇനി രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്നതല്ല. വിജയിക്ക് കൊച്ചിൻ ഓപ്പൺ ഗോൾഫ് റോളിംഗ് ട്രോഫി സമ്മാനിക്കും. മികച്ച ഗ്രോസ് സ്കോറിനുള്ള സമ്മാനങ്ങളും ഓരോ വിഭാഗത്തിലെയും വിജയികൾക്കും റണ്ണേഴ്സ് അപ്പിനുള്ള പ്രത്യേക സമ്മാനങ്ങളും നൽകുമെന്നും കൊച്ചിൻ ഗോൾഫ് ക്ലബ് ബോൾഗാട്ടി ഭാരവാഹികൾ അറിയിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് രമേശ് വാസുദേവൻ, സെക്രട്ടറി ദിനേശ് ബാബു, ജിയോജിത്ത് ഭാരവാഹി ഈപ്പൻ ജെസി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.